വൈബ് കോഡിംഗ് എന്തുകൊണ്ട് ഫ്യൂച്ചർ അല്ല എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടു, ഒരുപാട് കമൻറ്റുകളും വന്നു. അതിനകത്ത് വന്നൊരു കമൻറ്റാണ്, തോന്നിയതെന്തും ചുമ്മാ വിളിച്ച് പറയരുത്, യു വിൽ ബി എ ബെറ്റർ കോഡർ വൺസ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ AI കോഡിംഗ് വർക്ക്സ് ട്രൈ ഔട്ട് ഡിഫറെൻ്റ് എന്നും പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തോന്നിയതൊന്നും വിളിച്ച് പറഞ്ഞതല്ല. കാരണം ഞാൻ പറഞ്ഞ ഓരോ പോയിൻറ്റിനും വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകൾ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആന്ത്രോപ്പിക്, ആപ്പിൾ പോലത്തെ വലിയ വലിയ കമ്പനികൾ ഈ സ്പേസിൽ ഇറക്കിയിരിക്കുന്ന പേപ്പറുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ അവിടെ പറഞ്ഞ ടെക്നിക്കൽ ഡെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ടേക്ക് അത് ഞാൻ റെഡിറ്റിലിട്ട പോസ്റ്റിന് വന്ന പ്രൊഫഷണലി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡെവലപ്പേഴ്സിൻ്റെ അഭിപ്രായം ബേസ് ചെയ്താണ് ഞാനിത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നിയത് വിളിച്ച് പറഞ്ഞതല്ല. വീഡിയോയിൽ ഞാൻ എന്തൊക്കെ പ്രൂഫുകൾ നിരത്തുന്നുണ്ടെന്ന് അറിയാതെ ഇങ്ങനത്തെ കമൻറ്റുകൾ ഇടുന്നിടത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ബാക്ക് അടിച്ച് ഒന്നും കൂടെ കാണാൻ പറ്റും, അത് ചെയ്യുക. ഓക്കെ. പിന്നെ ഇതേ കമൻറ്റിൽ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത്, നിനക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ അണ്ടറിൽ എന്താണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ലൈബ്രറീസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണോ ഞാനത് യൂസ് ചെയ്യുന്നത്, അതായത് ഞാനെല്ലാം അറിഞ്ഞിട്ടാണോ കോഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെ, ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ 60ഓളം പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത ഓരോ പ്രൊജക്റ്റിലെ ഏതൊരു ലൈൻ ഓഫ് കോഡ് എടുത്തിട്ട് അതെന്തിനാണ് ഞാൻ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കത് A to Z പറയാൻ പറ്റും. അല്ലാതെ വൈബ് കോഡേഴ്സിനെ പോലെ എനിക്കതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അറിയണ്ട, എനിക്കതിൻ്റെ വൈബ് ഫാക്ടർ അറിയണ്ട, എനിക്കതിൻ്റെ വാട്ട് ഫാക്ടർ മാത്രം അറിഞ്ഞാൽ മതി എന്ന രീതിയിൽ അല്ല ഞാൻ മുമ്പോട്ട് പോകുന്നത്.